പറഞ്ഞ വിഷയം പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ ലോകത്തിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി 1,00,000-ൽ പരമുള്ള അംബിയാ മുർസലുകൾ അല്ലാഹു തആല അയച്ചു. ഈ അംബിയാ മുർസലുകൾ ലോകത്തിലേക്ക് അല്ലാഹു അയക്കുമ്പോൾ ആ കാലത്തുള്ള ജനങ്ങളോട് യോജിച്ച നിരക്കായിരിക്കണം അല്ലാഹു അയക്കും. അതെങ്ങനെ? ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഏതാണ്? ഇങ്ങനെ ഓരോരോ കാലത്ത് ഓരോന്നുണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ സംഭവങ്ങൾ, സിഹിർ, അതായത് ജാദു എന്ന് പറയുന്നില്ലേ, ആ സിഹിർ ചെയ്യുന്ന കാലമായി എല്ലാവരും സിഹിറിനൊക്കെ ഇപ്പൊ കളിയൊക്കെ ചിലപ്പോൾ വെള്ളിയാഴ്ച കളിയാണെങ്കിൽ നിർമ്മാക്കാറുണ്ടാവും. ചില പെണ്ണുങ്ങൾ നിസ്കരിക്കും മുസല്ല ടീമിന്റെ മുന്നിൽ അത്തരത്തോളം. അതുപോലെ സിഹിറിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ സിഹിർ ചെയ്യുന്ന ആ കാലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിനെ അയച്ചു, മൂസാ നബിനെ. മൂസാ നബിക്ക് ആ സിഹിർ പോലത്തെ തന്നെ ഒരു മുഅ്ജിസത്തിനെ കൊടുത്തു. അവർക്ക് ഒരു പടി നേരത്തെ കിട്ടാൻ അപ്പൊ തന്നെ പാമ്പാവും. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനും പടി നേരത്തെ പാമ്പാവും. ഇത് എന്തൊരു പരിശുദ്ധ ഖുർആൻ തന്നെ. وما تلك بيمينك يا موسى قال هي عصاي أتوكل عليها وأهش بها على غنمي ولي فيها مآرب أخرى. പരിശുദ്ധ ഖുർആൻ. മൂസാ നബി അലൈഹിസ്സലാമോട് അല്ലാഹു ചോദിക്കുന്നു, വമാ തിൽക ബിയമീനിക യാ മൂസ, എന്താ മൂസാ നിന്റെ വലം കൈയിൽ? കയ്യിലെന്നല്ല ചോദിച്ചു, വലം കയ്യിൽ ഏതാണ്? കയ്യിലെന്ന് ചോദിച്ചാൽ ഒരു മോതിരം ഉണ്ടായി പുറത്തെ കയ്യിൽ. അപ്പൊ കൈ എന്ന് പറയുമ്പോ മോതിരത്തിനെ പറ്റി പറയും എന്ന് വിചാരിച്ചു തോന്നാണ്ടിരിക്കാൻ വേണ്ടി അല്ലാഹു ചോദിച്ചിട്ട് വലം കയ്യിൽ പടിയുണ്ടായിരുന്നു. അല്ലാഹുവിന് അറിയാം. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ അസ ഇതിന്റെ പടിയാണ്, ഞാൻ ഇങ്ങനെ കുത്തി നടക്കും, ആട്ടിക്ക് ഞാൻ ചപ്പൽ എടുത്തു കൊടുക്കും, വലിയ ഇതുപോലെ പല ആവശ്യങ്ങളിലും എന്റെ ഡ്രസ്സിലെ വെട്ടങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചുമരിച്ചു കൊണ്ടൊക്കെ കാണിച്ചു കോടതിയിലേക്ക് സാധനം കടിച്ചു. അങ്ങനെ മൂസാ നബിക്ക് അറിയുന്നത് ഇത് മാത്രം. മൂസാ നബിക്ക് അറിയാതെ ഈ പടിയിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പടിനെ നോക്കി, പരിശുദ്ധ ഖുർആനിൽ. അപ്പോൾ അത് ഭയങ്കര ഒരു വലിയൊരു പാമ്പായി മാറും. പാമ്പിന്റെ തടിയാണെങ്കിൽ ചെറുത്, അതിന്റെ വാട്ടം ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഓടുന്ന ഒരു പാമ്പായി അല്ലാഹു പറയുന്നു കുടിക്കുന്നത്. പിന്നെ മൂസാ നബിക്ക് വലിയ എന്ന് പറഞ്ഞ പടി പാമ്പിനെന്ന് ഓർമ്മിക്കുന്നില്ല. ആ പടിനെ പറ്റി ദൂരെ നിന്ന് അത് മുമ്പ് എങ്ങനെ അങ്ങനെ തന്നെ ഞങ്ങൾ കുടിക്കുന്നത്. അപ്പൊ മൂസാ നബി എങ്ങനെ കുടിക്കണം? ആദ്യം കുടിക്കേണ്ട ആ പടിന്റെ ഇങ്ങനെ കെട്ടുണ്ടല്ലേ, അത് ഇപ്പൊ പാമ്പിന്റെ ബായി അയച്ചിട്ടുണ്ട്, അതിനെ തന്നെ പിടിച്ചു. പറഞ്ഞു അതെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലേ, എടുക്കും അതേ പടി. പിന്നെ മൂസാ നബി എന്താക്കിയിട്ടുണ്ടാവും? ഈ പെടിനെ താഴേക്ക് പിന്നെ സൂക്ഷിച്ചിട്ടുണ്ടാവും. വീണാൽ പാമ്പായാൽ അത് എടുക്കാൻ പറഞ്ഞില്ലെങ്കിലാ പഠിക്കില്ലേ. ഇങ്ങനെ അങ്ങനെ ആ പെടിനെ പിടിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ഇത് ഫിർഔന പിന്നെ ഫിർഔൻ പെടുക്കലേക്ക് പോകും. ആടെ പോയി നോക്കുമ്പോൾ അവർ ഇതേപോലെ തന്നെ പടി നിലത്ത് കിട്ടാൻ വള്ളി കയർ നിലത്ത് കിട്ടാൻ മാത്രം ആടെ പോയി എത്തിയിട്ട് തിരുമുനാഥറോ അതിപ്പുറന്ന് നിങ്ങളുടെ ഞമ്മ അവസാനം ഇവർ കൈ പടി ലോഡുകളൊക്കെ ഇവിടെ കിട്ടും. ഭയങ്കര പാമ്പ്. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് ആ കൊടുത്ത മുഅ്ജിസത്തനുസരിച്ച് കൊണ്ട് ഈ പടിനെ താഴെ വിട്ടപ്പോൾ ഈ മുഴുവൻ പാമ്പിനെ ഒന്നുമില്ലാതെ. ഇതെന്തിന് ഞാൻ പറയുന്നത്? അന്നത്തെ കാലത്തുള്ള ജനങ്ങൾക്കുള്ള ബുദ്ധിയോട് യോജിച്ച ഒരു മുഅ്ജിസത്തിനെ കൊടുത്തിട്ടാണ് അല്ലാഹു തആല മൂസാ നബിയെ അയച്ചത്. അപ്പൊ അവർ പെട്ടെന്ന് ശരിയാണ്. കുറച്ചു കാലം കഴിഞ്ഞു ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു അയച്ചു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്
എവിടെ നോക്കിയാലും വൈദ്യന്മാർ, ഡോക്ടർമാർ കൂടുതലുള്ള സ്ഥലം. ഇതൊന്ന് വെള്ളപ്പാണ്ടി രോഗം, അസില കാഴ്ചയില്ലാത്തതിന് മടക്കി കൊടുക്കുന്ന ഇങ്ങനത്തെ ആ ഡോക്ടർമാരുണ്ടാകുന്ന കാലത്തും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഏറ്റവും ഈസാ നബി ഇതാക്കുന്ന മരിച്ചവർ ഹയാത്താക്കുമെന്ന് സ്വന്തം ഈസാ നബിക്ക് ആ ശക്തിയില്ല. പിന്നെയോ അള്ളാഹില്ല, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ അതിനെ ഹയാത്ത്. രോഗിനെ ശിഫിയാക്കുന്ന, കണ്ണു കാണാത്ത വെള്ളപ്പാണ്ടി രോഗം ശിഫിയാക്കുന്ന ഭീതിയില്ല. അള്ളാഹുവിന്റെ അനുവാദം കൂടാണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ അങ്ങനത്തെ മുഅ്ജിസാത്തിന് കൊടുക്കും. ആ കാലത്തുള്ള ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് കോയമ്പത്തൂരുള്ള പോലെ എല്ലാ സ്ഥലത്തും നമ്മുടെ മംഗലാപുരം ഭാഗത്ത് പീടി നിരക്കും പോലെ എന്തെല്ലാം മെഷീൻ ഉണ്ടാക്കുന്നത്, വെള്ളത്തിന്റെ മെഷീൻ എന്തെല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഒരു കാലമായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കാലം. ആ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് അവർ എന്ത് ചെയ്തു? ഇരുമ്പിനെ കുറിച്ച് ചൂടാക്കി പൊടിച്ചിട്ടാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി കൊടുത്തതും അതേ മുഅ്ജിസത്താണ്. ഇരുമ്പിനെ നമ്മൾ ചപ്പാത്തി ആക്കുന്ന വീട്ടില്ലേ, ഈ ചപ്പാത്തിന് ഇങ്ങനെ അട്ടതാക്കും പോലെ മടക്കാനും തിരിക്കാനും. ഇത് കാണുമ്പോൾ അവർ വിശ്വസിച്ചു. ഇങ്ങനെയുള്ള മുഅ്ജിസാത്തിന് അല്ലാഹു തആല ദാവൂദ് നബി കൊടുത്തു. അങ്ങനെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള കാലം വരുമ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സാഹിത്യകാരനാണ് ആ കാലത്തുണ്ടായിരുന്നു. സംസാരിക്കുന്ന സാഹിത്യം. അങ്ങനത്തെ ആ സാഹിത്യത്തിന്റെ അവർക്കുള്ള മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത് എല്ലാത്തിനും കടിച്ചു നിൽക്കുന്ന സാഹിത്യമായ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഇറക്കി കൊടുത്തു. അന്നത്തെ ആ കൂട്ടർക്ക് ഖുർആനോട് ആരോടും എതിർക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ മക്കത്ത് കഅബത്തിന്റെ ചുറ്റുഭാഗത്തിന് ഇങ്ങനെ കെട്ടി തൂക്കും. ഓരോരുത്തർ പാട്ടുണ്ടാക്കി അങ്ങനെ കെട്ടി തൂക്കുണ്ടായിരുന്നു. അവിടെ ഈ ഖുർആൻ എഴുതി വെച്ച്. അപ്പൊ ഇവർ നോക്കുന്നു, ഇത് ഭയങ്കരല്ലേ, ഇതൊരു അത്ഭുതം. ഈ സൂറത്ത് ചെറിയ സൂറത്താണ്, മീം ഇല്ലാണ്ടുള്ള സൂറത്താണ്. അതിൽ ഭയങ്കര അത്ഭുതമാണ്. മീം ഇല്ലാണ്ട് ഒരു ഹർഫ് ഉണ്ടാക്കി വരാൻ, ഇത്തരം ഹർഫിന് ഇത്തരം മീം അങ്ങനെ കണക്കുണ്ട് ഹർഫ്. അപ്പൊ അവസാനം അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യകാരനെ കൂട്ടിട്ട് വന്നു. ഇയാൾ നോക്കും, ഇയാളിങ്ങനെ നോക്കും. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നോക്കി അത്ഭുതപ്പെട്ടു. രണ്ടാമത് ഓതി അത്ഭുതപ്പെട്ടു. മൂന്നാമത് ഇയാൾ ഓതുന്നു ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ മാ ഹാദാ ഖൗലുൽ ബശർ. അവിടെ മാ കൂട്ടിയാൽ പറഞ്ഞു ഇത് മനുഷ്യന്റെ വാക്കല്ല. അങ്ങനത്തെ സാഹിത്യക്കാരുടെ മുന്നിലാണ് പരിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്ന് മനസ്സിലായി, ദാവൂദ് നബിനെ മനസ്സിലായി, മൂസാ നബിനെ മനസ്സിലായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലായി. പിന്നെ ഈസാ നബിനെ മനസ്സിലായി. ഈ അമ്പിയാക്കന്മാരെ പറ്റി ആണ് ഇയാളൊരു ചോദ്യം ചോദിച്ചത്. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله. മുർസലീങ്ങളിൽ നിന്ന് ചിലരെക്കാൾ അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കണം. അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട് ചിലരെക്കാൾ. മിൻഹും ആ ചിലർപ്പെട്ടാണ് മൻ കല്ലമ അല്ലാഹു, അല്ലാഹു സംസാരിച്ചവർ. അല്ലെങ്കിൽ മൻ കല്ലമ അല്ലാഹ, അല്ലാഹുവിനോട് സംസാരിച്ചവർ. കലീം എന്ന് പറഞ്ഞാൽ ഫഈലാണ്. ഫഈലും മഫ്ഊലും രണ്ടിനും പറ്റുന്ന ഒന്നാണ്. അപ്പൊ അല്ലാഹ് സംസാരിച്ചു, അല്ലെങ്കിൽ അല്ലാഹുവോട് സംസാരിച്ചു മൂസാ നബി അലൈഹിസ്സലാം. അതുപോലെ തന്നെ ചിലാണ് അല്ലാഹു തആല ചിലരെക്കാൾ ഉയർത്തിയ സ്ഥാനം കൊണ്ടിട്ട്. അതെങ്ങനെ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റുണ്ടായ എല്ലാ അമ്പിയാക്കന്മാർക്കും കൊടുത്ത മുഅ്ജിസാത്തുകൾ അല്ലാഹു തആല ആദരവാക്കപ്പെട്ട റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഒരു മനുഷ്യനായിട്ടാണ് അല്ലാഹു പഠിച്ചത്. ഒരു പാട്ടുകാരൻ പറഞ്ഞില്ലേ, എങ്ങനെ നീ ഫഹദ് ഒരു വീടുണ്ടാക്കുന്നെങ്കിൽ
ആ വീട് എങ്ങനെ ഉണ്ടാക്കുന്നത് നിനക്ക് ഉദ്ദേശിച്ച മാതിരിയാണ്. എങ്ങനെ വേണം, ഇന്ന പോലെ ഒരു എഞ്ചിനീയർ വേണം, ഇന്ന പോലെ ബിൽഡിംഗ് ഉണ്ടാക്കണം എന്ന് നീ ഉദ്ദേശിച്ച മാതിരി. ഒരാൾ പറയുന്ന നബിയെ തങ്ങൾ അല്ലാഹു തആല പഠിച്ചത് തങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ട് അതുപോലെയാണ്. എന്താ എനിക്ക് തങ്ങളെ എങ്ങനെ കണ്ടെങ്കിൽ എങ്ങനെ വേണമെന്ന് തങ്ങൾ വിചാരിച്ച് അതുപോലെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരുത്തനേക്കാൾ ഒരുത്തന് അല്ലാഹു തആല ബഹുമാനിച്ചിട്ട് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയും, എന്താ പറ, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി. ഇയാളെ ചോദ്യതാണ്. അല്ലാഹു അവിടെ പറയുന്നതാണ്, അമ്പിയാക്കന്മാരെന്ന് ചിലരെക്കാൾ ചിലരെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, അമ്പിയാക്കന്മാർക്കുള്ള ഇടഞ്ഞങ്ങളൊന്നും ഒരു വ്യത്യാസം ഏറ്റക്കുറവൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു കൊല്ലാക്കിന് എന്നുള്ള ഇത് തമ്മിൽ ഇതല്ലേ എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം. മുഹമ്മദ് അതിന് മനസ്സിലായ പറഞ്ഞത് ഇവിടെ പറയുന്നത് ലാനും എന്ത് മാന സംശയിച്ചു വല്ല. അതങ്ങനല്ല. ആമന റസൂലിന് മാന മനസ്സിലാക്കണം. ആമന റസൂലു റസൂല് വിശ്വസിക്കും. ആമന റസൂല് ബിമാ ഉൻസില ഇലൈഹി, ആ റസൂലിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടിട്ട് ആ നബി ആ മൂസ വിശ്വസിക്കും. പിന്നെ ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി, അല്ലാഹുവിന്റെ റബ്ബിൽ കുല്ലുൻ ആമന ബില്ലാഹ്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് വിശ്വസിക്കുന്ന എല്ലാ അമ്പിയാക്കന്മാരും മലായികതിഹി, മലക്കുകളെ കൊണ്ടോ ഓ റസൂലിഹി മുർസലിങ്ങളെ കൊണ്ടോ കുതുബി കിതാബ് ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലി. ആര് പറഞ്ഞത്? അല്ലാഹു പറഞ്ഞതല്ല. അല്ലാഹു പറഞ്ഞു മനസ്സിലാക്കി. കിതാബിൽ യഹൂദിയാക്കൾ പറയുന്നത് നമ്മ ഈസാ നബിനെ മൂസാ നബിനെ പറ്റി, ഈസാ നബിനെ മുഹമ്മദിനെ പറ്റി നമുക്ക് പ്രശ്നമില്ല, നമ്മളൊന്നും. ക്രിസ്ത്യന്മാർ എന്ന് പറയുന്നത് മൂസാ നബിനെ മുഹമ്മദിനെ നമ്മൾ ഉണ്ടാക്കില്ല. മുസ്ലിമുകൾ പറയുന്നത് നമ്മുടെ എല്ലാവരെയും മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി അലൈഹിസ്സലാം എല്ലാവരും ഒരു പദങ്ങളും വ്യത്യാസമാക്കുന്നില്ല എന്നാണ് അതിന് മനസ്സിലായത്. അപ്പൊ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അംബിയാ മുർസലിങ്ങളെ ലോകത്തിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം ദീനിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. എങ്ങനെ അതാത് കാലത്തുള്ള ജനങ്ങൾക്കുള്ള ബുദ്ധിയോട് യോജിക്കുന്ന നിലക്കുള്ള മുഅ്ജിസാത്തിനെ കൊടുത്തിട്ടാണ് അല്ലാഹു തആല അയച്ചത്. ആ മുഅ്ജിസാത്തിനെ കാണിക്കുന്നതിന്റെ ഉദ്ദേശം അവൻ ഇസ്ലാം മതത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് നബിക്ക് മകളെ കെട്ടിക്കാൻ പൈസ ഇല്ല, എന്നാൽ ആ മുഹമ്മദ് നബി ഒരു മുഅ്ജിസാത്തിനെ പറ്റൂല. അതിലേക്കുള്ളതല്ല മുഅ്ജിസാത്ത്, അതിലേക്കുള്ളത് അത് മുഅ്ജിസാത്തല്ല. മുഅ്ജിസാത്ത് ദീനിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം. ഔലിയാക്കന്മാർക്ക് അല്ലാഹു കറാമത്തിനെ കൊടുത്തിട്ടുണ്ട്. മുഈദ്ദീൻ, ദീനിനെ ഹയാത്താക്കുന്ന ആള്. ഒരു മഹദി ശേഖരിക്ക് എന്തെങ്കിലും ഒരു കച്ചവടം ഒരു സംഗതി ഉണ്ടാക്കണമെങ്കിൽ അതിലേക്ക് മുഅ്ജിസാത്ത് കറാമത്ത് കാണിക്കലല്ല, ദീനിലേക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി ഔലിയാക്കന്മാർക്കും അല്ലാഹു തആല കറാമത്തുകൾ കൊടുത്തിട്ടുണ്ട്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ആദത്തിലേക്ക് എതിരായത്. മുഅ്ജിസാത്ത് എന്ന് പറഞ്ഞാൽ ഈ കണ്ണടങ്ങനെ എടുത്തിട്ട് കയ്യിൽ വിട്ടാൽ, എന്റെ പേര് മറന്നു നിൽക്കുന്നു, റിയാസ്, കയ്യിൽ വിട്ടാൽ ഇത് മേലോട്ട് പോലെ താഴോട്ട് പോലെ, അതാണ് എന്റെ കറക്റ്റ്. മേലോട്ട് പോലെ അതിലേക്ക് വേറെ മുഅ്ജിസാത്ത്, ആദത്തിലേക്ക് എതിരായിട്ട് പോകുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം ഒഴുകിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന വെള്ളത്തിൽ, ഒഴുകുന്ന വെള്ളത്തിൽ ആ പെൺ അദ്ദേഹത്തിന്റെ കലമിനെ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ താഴോട്ട് പോകണമായിരുന്നു, അത് മേലോട്ട് പോകും. ഇതാണ് കറാമത്ത് മുഅ്ജിസാത്ത് എന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനെയുള്ളത് എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്കുള്ള അമ്പിയാക്കന്മാർക്ക് കൊടുത്തത് ഇഖാമത്തുദ്ദീൻ, ദീനിനെ എത്തിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാ ഓരോരുത്തരും ആ ദീനിനെ പറ്റിയും ഇസ്ലാമിലേക്കുള്ള നിയമം നമ്മൾ പഠിപ്പിക്കാൻ തന്ന ഖുർആൻ ശരിക്കും മനസ്സിലാക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞു തന്നെ സൂറത്ത് ഖുൽ ഹുവല്ലാഹു മുഅവ്വദത്തൈന്, അതുപോലെ തന്നെ സൂറത്ത് ഇഖ്ലാസ്, ഇതെല്ലാം ഇപ്പോൾ ഓതുകയും
അത് കൊണ്ട് അമല് ചെയ്യുകയും പറയാനും കേൾക്കാനും ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رحمن رحيم تغفرنا من المعصية فضلوند رمضان മാസത്തിൽ തീർന്നുകൊണ്ട് റഹ്മാനെ നിന്റെ മഹത്തായ ഫضل കൊണ്ട് റഹ്മാനെ അതുകൊണ്ട് നമ്മൾക്കുള്ള എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കണം തടിക്ക് ആഫിയത്തും ദീർഘായുസ്സും ഞാമത്തും ബർക്കത്തും ഇസ്സത്തിനെ തരണേ റഹ്മാനെ കാമില ഈമാനെ തരണേ നമ്മൾക്കുള്ള ഖൽബിനെ എല്ലാ തുടക്കത്തിൽ നിന്ന് ശുദ്ധിയാക്കണേ ഞങ്ങൾക്ക് തന്ന ഞാമത്തിനെ നീ ദായിമാക്കി തരണേ ഞാമത്തിനെ തന്നതിന് ശേഷം ഊരിക്കളയുന്ന ഉടച്ചവനെ ഞങ്ങൾ കച്ചവടത്തിൽ എത്രയോ സാധുക്കളുടെ റോഡ് സൈഡിൽ കച്ചവടം ചെയ്തു വെയിൽ കൊണ്ടുകൊണ്ട് ബുദ്ധിമുട്ടാകുന്ന എന്തെങ്കിലും സുഹൃത്തുക്കളുടെ റഹ്മാനെ അവർക്കുള്ള ജീവിത പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് റഹ്മാനെ അവർക്കുള്ള ഞങ്ങൾക്കുള്ള കച്ചവടത്തിൽ വർഗത്തിൽ وتب علينا انك انت التواب الرحيم بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله